ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു നെല്ലിക്ക റെസിപ്പി ചെയ്യാം. അതിനായി 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക ആവിയിൽ പുഴുങ്ങി ചെറിയ അല്ലികളായി അടർത്തിയെടുത്തു. അല്പം ഉപ്പ് പുരട്ടി ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു നിന്ന് മൂത്തോട്ടെ. എണ്ണ മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ കാണിക്കാം. ഇത്രയും ചേരുവകൾ വേണം: കാന്താരി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അല്പം നല്ല ജീരകം, കറിവേപ്പില, പൊടിക്കാര്യങ്ങൾ. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കുമ്പം കാണിച്ചു തരാം. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തു. നമ്മുടെ ഉലുവയൊന്ന് മൂത്ത് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ടു കൊടുത്ത് കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി വന്ന് കഴിയുമ്പം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഈ ചുവന്നുള്ളി പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നൈസായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഏകദേശം മൂത്ത് റെഡിയായി. വെളുത്തുള്ളിയുടെ പുറകിട്ടു. ഇനി വെളുത്തുള്ളി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഒന്ന് മൂക്കട്ടെ. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇഞ്ചി മൂത്ത് വന്നു. ഇനിയാണ് മെയിൻ കാര്യം, കാന്താരി. ഇതാണ് നമ്മുടെ ഇതിലെ വില്ലൻ. നമ്മുടെ കാന്താരി ഇട്ട് കൊടുത്തു. കാന്താരി ഇട്ട് കൊടുത്തു കഴിയുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് അടച്ചു വെച്ചേക്ക് കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് മുഖത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. കൂടെ ഒരു നുള്ളു സാദാ ജീരകവും നമ്മൾ ചേർത്തു. ഇനി ഒന്നുകൂടെ ഒന്ന് മൂത്തോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴന്ന് വന്നോട്ടെ. നെല്ലിക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇപ്പോൾ നെല്ലിക്കയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ നെല്ലിക്ക റെസിപ്പിയാണ്. ഇനി നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ഇടുന്ന മൂക്കട്ടെ. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭക്ഷണങ്ങളിലേക്കും എരിവും കാര്യങ്ങളുമൊക്കെ ഒന്ന് പിടിക്കട്ടെ. നെല്ലിക്കയൊക്കെ ഒരു ദിവസം ഒരു നെല്ലിക്കയും ഒരു കാന്താരിയൊക്കെ കൊളസ്ട്രോളുകാർക്ക് കഴിക്കുന്നതൊക്കെ നല്ല കാര്യമല്ലേ. നല്ലതായിട്ട് നമ്മുടെ നെല്ലിക്ക എല്ലാ വശങ്ങളിലേക്കും എണ്ണയിലൊന്ന് നന്നായിട്ട് കിടന്ന് മിക്സ് ആവട്ടെ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. ആ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക. ഇളക്കി എല്ലാ വശങ്ങളിലേക്കും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ശേഷം ഒരല്പം ഉപ്പുപൊടി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. കാരണം നേരത്തെ നമ്മൾ ഉപ്പുപൊടി ഇട്ട് നമ്മൾ ഉണക്കി വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോകരുതേ. ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക. നമ്മുടെ ഈ നെല്ലിക്ക റെസിപ്പി ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. കൂടെ ഉലുവപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി സെറ്റാക്കി എടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.